JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള PSCയുടെ LDCയുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്കുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു ഏകദേശ ധാരണയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ഇത് ശരിയാണോ എന്നില്ല, എങ്കിലും ഇതൊരു സാധ്യതാ കട്ട് ഓഫ് മാർക്കാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കട്ട് ഓഫ് മാർക്ക് നോക്കാം. ആദ്യം നമുക്ക് പ്രീവിയസ് ഇയർ LDCയുടെ കട്ട് ഓഫ് മാർക്ക് ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം എടുത്താൽ 66.33 പ്രീവിയസ് ഇയർ LDCയുടെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കൊല്ലം ജില്ല എടുത്താൽ 64.33 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താൽ 49.67 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 52.67 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ 63 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താൽ കാസർഗോഡ് ജില്ലയിൽ 48 മാർക്കാണ് കാസർഗോഡ് ജില്ലയിൽ പ്രീവിയസ് ഇയർ LDCയുടെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താൽ 58.67 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ല എടുത്താൽ 61.33 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിൽ 48 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 62 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ 47 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ 60 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇതാണ് കേരള PSCയുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് LDCയുടെ വന്നിട്ടുള്ള ജില്ലാ അടിസ്ഥാനത്തിൽ. ഇനി നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ എത്രയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധ്യത കട്ട് ഓഫ് മാർക്കാണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, നമുക്കെങ്കിലും ഒരു ഏകദേശം എത്ര വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാൻ വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ല എടുത്താൽ 55-നും 61-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. പരീക്ഷ തിരുവനന്തപുരം ജില്ലയിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് 55-നും 61-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത എന്നുള്ള ഒരു നിർണ്ണയത്തിൽ എത്തിച്ചേർന്നത്. അടുത്ത കണ്ണൂർ ജില്ല എടുത്താൽ 55-നും 60-നും ഇടയ്ക്കാണ് കണ്ണൂർ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള ഒരു സാധ്യത, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്കാണ്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അടുത്തത് കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 58-63 മാർക്കാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ കട്ട് ഓഫ് മാർക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്കാണ്, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അടുത്ത പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിൽ 50-56 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പത്തനംതിട്ട ജില്ലയിൽ വരുന്നത്. അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ 56-62 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് തൃശ്ശൂർ ജില്ലയിൽ വരുന്നത്. അടുത്ത കാസർഗോഡ് ജില്ലയിൽ 50-56 മാർക്സ് ആണ് കട്ട് ഓഫ് മാർക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ 57-63 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പാലക്കാട് ജില്ല എടുത്താൽ 57-63 മാർക്സ് ആണ് പാലക്കാട് ജില്ലയിലും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ 66-72 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 69-75 ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ല എടുത്താൽ 65-71 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. വയനാട് ജില്ല എടുത്താൽ 62-68 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി ജില്ല എടുത്താൽ ഇടുക്കി ജില്ലയിൽ 60-66 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 64-70 മാർക്സ് ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ അടിസ്ഥാനത്തിലുള്ള എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്കുകളൊക്കെ പറഞ്ഞുവെങ്കിലും ലിസ്റ്റ് വിപുലീകരിച്ച് ലിസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ നൽകുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റ് ചുരുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ലിസ്റ്റ് വിപുലീകരിച്ച് പഴയ ലിസ്റ്റിൽ തന്നെ ഉള്ള അത്രയധികം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ലിസ്റ്റ് ഇടാനും വേണ്ടിയിട്ടുള്ള PSCയോട് റിക്വസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ലിസ്റ്റ് ചുരുക്കാതിരുന്നാൽ കട്ട് ഓഫ് മാർക്കിൽ അത്രയധികം വേരിയേഷൻ ഉണ്ടാവാതിരിക്കും. ലിസ്റ്റ് ചുരുക്കിയാൽ കട്ട് ഓഫ് മാർക്കിൽ വേരിയേഷൻ ഉണ്ടാവും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്ര പേരുടെ ലിസ്റ്റാണോ PSC ഇടാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആ 100 പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100ാമത് വരുന്ന ആളുടെ മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ചുരുക്കിയാൽ കട്ട് ഓഫ് മാർക്കിൽ ഒത്തിരിയധികം വ്യത്യാസം വരും. ലിസ്റ്റ് വിപുലീകരിച്ചാൽ കട്ട് ഓഫ് മാർക്കിൽ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ചുരുക്കാതെ പരമാവധി ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലിസ്റ്റാണ് ഇടുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനപ്രദമാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും അതനുസരിച്ചുള്ള നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ കുറേയധികം ലിസ്റ്റിലുള്ള ഉൾപ്പെട്ട ഒരു 90% ആൾക്കാർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത്രയധികം വേക്കൻസികൾ ഉണ്ട്. അത് റിപ്പോർട്ട് ചെയ്യിച്ചാൽ മാത്രമേ അത് നിയമനങ്ങൾ ആയി മാറുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒഴിവുകൾ അറിയുന്നതിനുള്ള സംവിധാനം നിലവിൽ PSCക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഒരു അശ്രാന്തമായ പരിശ്രമം ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പഴയ കാലങ്ങളിലെ പോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇറങ്ങി പ്രവർത്തിച്ച് വേണ്ടത്ര നിയമനങ്ങൾ കൂടുതൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.